നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫയർ എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫയർ. നമ്മുടെ ഏറ്റവും സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു എപ്പിസോഡാണ് എപ്പോഴും റാപ്പിഡ് ഫയറിൻ്റേത്. നമ്മുടെ ഇന്നത്തെ റാപ്പിഡ് ഫയർ വീഡിയോയ്ക്ക് വേണ്ടിയും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാവും. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യത്തെക്കുറിച്ചാണ്. അങ്ങനെ ക്ഷണിക്കപ്പെടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയേ ഉള്ളൂ, അത് മരണമാണ്. രാവിലെ പറഞ്ഞ് പേടിപ്പിക്കണം എന്ന് വിചാരിക്കരുത്, അതൊരു സത്യമാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരു കുടുംബത്തിൻ്റെ സർവ്വ ചെലവുകളും നോക്കുന്ന ഒരാൾ മരണപ്പെട്ടാൽ അത് ആ കുടുംബത്തെ തന്നെ വർഷങ്ങളോളം സാമ്പത്തികമായി ബാധിക്കും. അതുകൊണ്ടാണ് അതിനെ തടയാനുള്ളൊരു മാർഗ്ഗം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ ചിലപ്പോൾ അതിനുവേണ്ടി വില കൂടിയ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ വലിയ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് ഇതിനു വേണ്ടി എടുക്കാൻ പറ്റും. അതായത് മാസം 400-500 രൂപയിലൊക്കെ തുടങ്ങുന്ന ടേം പ്ലാനുകളുണ്ട്. 2 കോടി രൂപ വരെയൊക്കെ കവറേജ് കിട്ടുന്ന പ്ലാനുകളുമുണ്ട്. ഈ കവറേജ് കൊണ്ട് നിങ്ങളില്ലാതായാലും നിങ്ങളുള്ളപ്പോൾ കുടുംബം എങ്ങനെയാണോ സാമ്പത്തികപരമായി മെച്ചപ്പെട്ട രീതിയിൽ ജീവിച്ചത് അങ്ങനെ തന്നെ അവർക്ക് തുടർന്നും ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ 15% വരെ ഡിസ്കൗണ്ടിൽ എടുക്കാവുന്നതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ പോളിസി എടുക്കാൻ വൈകിയാൽ പ്രായം കൂടുന്നതോറും പ്രീമിയം കൂടുമെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇപ്പോൾ എടുത്ത കുറഞ്ഞ പ്രീമിയം അവസാന കാലം വരെ അടച്ചാൽ മതി. ഇനി നിങ്ങളുടെ ടേം കാലാവധി കഴിഞ്ഞാൽ നിങ്ങൾ അതുവരെ അടച്ച പ്രീമിയം റീഫണ്ട് ചെയ്ത് ലഭിക്കുന്ന തരം പ്ലാനുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, ലഭ്യവുമാണ്. അത്തരത്തിൽ ഇന്ത്യയിലെ വിവിധ ഇൻഷുറൻസ് കമ്പനികളെ തമ്മിൽ താരതമ്യം ചെയ്തെടുക്കാനുള്ള ലിങ്കാണ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയർ കാണാം. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഒരു ടൊയോട്ട ഹൈലക്സിൻ്റെ ഓണറാണ്. നമസ്കാരം. നമസ്കാരം സാർ. എന്ത് പേര്? റിജു സാർ. എന്ത് ചെയ്യുന്നു? എനിക്ക് ബിസിനസ്സാണ് സാർ, ടയറിൻ്റെ ബിസിനസ്സാണ്. ടയറിൻ്റെ ഷോപ്പാണോ? ടയറിൻ്റെ ഷോപ്പാണ് സാർ, റീറ്റെയിലാണ്. എവിടെ? ചേർത്തല പാലക്കൽ ടയർ വേൾഡ് ഹൈവേയിലാണ്. ടയറുണ്ട്, വാഷ്, പൊല്യൂഷൻ, അങ്ങനെയുള്ള ബിസിനസ്. ശരി. അപ്പോൾ ഈ ടയറിൻ്റെ ഒക്കെ ബിസിനസ് ആകുമ്പോൾ ടയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാനാണോ ഇങ്ങനെ ഒരു വാഹനം വാങ്ങിച്ചത്? ഇതങ്ങനെയല്ല സാർ, നമ്മുടെ ഞങ്ങളൊരു ഡ്രീം ഇതുണ്ട്, ടയർ എത്തിക്കുക, അത് പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഒരു ഡ്രീം ഒരു ഇൻസ്റ്റാഗ്രാം ചാനൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിലൊരു 14 ഡിസ്ട്രിക്ട്സിൽ പോവുക, അതിലെ സ്പോട്ട് കണ്ടെത്തിയിട്ട് നമ്മളൊരു കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് അതിലെ ഒരു ക്യാരക്ടറാണ് ഈ ഹൈലക്സ് എന്നുള്ളൊരു. അപ്പോൾ തുടങ്ങിയോ ഇൻസ്റ്റാഗ്രാം? ഇല്ല, നമ്മൾ അതിന്റെ ഒരു എക്സിക്യൂഷൻ വണ്ടി എടുത്തിട്ട് 13-ം തീയതിയാണ് എടുത്തിട്ടുള്ളത് വണ്ടി. സോ അപ്പൊ നമ്മളത് കഴിയുമ്പോൾ വണ്ടി ഒന്ന് ഓടിച്ച് ഇത് കഴിഞ്ഞിട്ട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്ത് ലൈഫ് സ്റ്റൈൽ ചാനലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കുറച്ചൊരു കോമിക്കും ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ്. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാം പേജുകൾക്ക് ഒരു പരിമിതി എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം അധികം പറയാനുള്ള സ്പേസ് ഇല്ലെന്നുള്ളതല്ലേ, യൂട്യൂബ് പോലെ. അത് നമ്മൾ ആദ്യമേ ഒരു സോഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ട് നമ്മൾ അതിനെ പറ്റി നമ്മൾ ലേണറാണ്. അപ്പൊ അത് നമ്മള് ബിസിനസ്സിൽ നിന്ന് മാറി, ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് മാറി പുതിയതാകുമ്പോ നമ്മൾ ചെറുതായി ആദ്യമേ ഒന്ന് പഠിക്കുക, എന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ അതിലൊരു ക്യാരക്ടർ ആയിരിക്കും ഇത്, അതിലെ ഒരു കഥാപാത്രമാണ്. അപ്പൊ എല്ലാവരും നോക്കി വെച്ചോ, ഇത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണാം കഥാപാത്രമായിട്ട് തന്നെ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. പേരൊക്കെ കിട്ടോ ഇൻസ്റ്റാഗ്രാം പേര്? നമ്മള് അതിന്റെ ലോഞ്ചാണ് സാർ, ലോഞ്ചാണ്. ശരി, ഓക്കെ. അപ്പൊ ഈ വാഹനം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നമ്മളിപ്പോ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ 13-ം തീയതി എടുത്തോളൂ. 13-ം തീയതി എടുത്തോളൂ. ശരി. അപ്പൊ ഇത് ഈ മനസ്സിൽ ഇപ്പൊ ഈ പറഞ്ഞല്ലോ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലെ ക്യാരക്ടർ ആണെന്നുള്ള ഓക്കെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ വാഹനമാക്കി ഇത് സാർ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു 2011 തൊട്ട് വണ്ടി ഏറ്റവും സ്വന്തം ലെവലിൽ വണ്ടി എടുക്കുന്ന ഒരാളാണ്. അതിൽ ഞാനൊരു 11 ബ്രാൻഡോളം ഇപ്പൊ എടുത്തിട്ടുണ്ട്. 11 വർഷം 11 ബ്രാൻഡോളം എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കും, ഒരെണ്ണം എടുക്കും, കൊടുക്കും, അങ്ങനെ. അപ്പൊ പല ബ്രാൻഡ്സും ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ ടൊയോട്ട ഇപ്പൊ ലേറ്റസ്റ്റ് എനിക്കിപ്പോ ടൊയോട്ട ഹൈക്രോസ് ഉണ്ട്, ഇപ്പൊ ഹൈലക്സ്, ഗ്ലാൻസ് ഉണ്ടായിരുന്നു. ഗ്ലാൻസ് ഒക്കെ കൊടുത്തിട്ടാണ് ഇതെടുത്തത്. സോ ടൊയോട്ട ഒരു എഞ്ചിന്റെ ആ ഒരു ട്രസ്റ്റും റിലയബിലിറ്റിയും മറ്റു ബ്രാൻഡ്സിൽ ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് ഇപ്പൊ ഞാൻ ഫോർച്യൂണറിലോട്ട് പോയാൽ എനിക്ക് 67 ലക്ഷം രൂപയാവും. ഇതാവുമ്പോഴത്തേക്കും നമ്മുടെ കൊക്കിലൊതുങ്ങും, നമ്മുടെ കാര്യങ്ങൾ നടക്കും. വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ബെഡായിട്ട് യൂസ് ചെയ്ത് നമ്മള് സ്പോട്ടിൽ പോയി കിടക്കാം. അപ്പൊ അതൊക്കെ ഒരു ഇതായിട്ടാണ് സാർ നമ്മൾ ഇത് നോക്കിയത്. ഒരു റഫ് ലുക്കാണ്. പിന്നെ മറ്റാൾക്ക് ഒരുപാട് പേര് എടുക്കില്ല. ഇപ്പൊ ഫോർച്യൂണർ ആക്കി ഒരുപാട് പേര് എടുക്കും. ഇപ്പൊ ഈവൻ ഡിഫൻഡർ ആണെങ്കിൽ പോലും ഇപ്പൊ കോമൺ ആണ്. സോ നമുക്ക് അഫോർഡബിളും ആണ്. ഈവൻ ഇത് ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ഒരുവിധം അഫോർഡബിളും ആണ്, നമുക്ക് റിലയബിൾ ആണ്. പിന്നെ നമ്മളുടെ എക്സ്പെൻസും അത്രയ്ക്ക് നിൽക്കും. അതാണ് സാർ അത് ഇതെടുക്കാൻ. ഇതേ സെഗ്മെന്റിൽ തന്നെ ഡിമാക്സ് വീക്കോസ് ഉണ്ട്. എനിക്ക് ടൊയോട്ട ഞാൻ ഉപയോഗിച്ചു, ടൊയോട്ട ഗ്ലാൻസ ഉപയോഗിച്ചു. അത് പിന്നെ മാരുതിയുടെ റീബാഡ്ജിങ് ആണ്.
അപ്പൊ പക്ഷെ ഞാൻ ഹൈ ക്രോസിലോട്ട് വന്നു. എനിക്ക് ഈ വാഷും ടയറും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഏറ്റവും വില കൂടിയ ഒരുപാട് വണ്ടികൾ നമ്മൾ കസ്റ്റമർ കൊണ്ടുവരുമ്പോൾ ഉപയോഗിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. സോ അപ്പൊ അത് കൊണ്ടിട്ട് പല കസ്റ്റമേഴ്സിന്റെ റിവ്യൂ ടൊയോട്ട ഭയങ്കരമായിട്ട് ഓടും. അപ്പൊ ഇനിയിപ്പോ ഞാനൊരു മിഡ് ഏജ് ലൈക്ക് 37, 38 ആയി. ഇനിയിപ്പോ നമ്മൾ ഫാമിലിനെ പറ്റിയൊക്കെ കുറച്ച് കൺസേൺഡ് ആണ്. സോ റിലയബിൾ എന്തെടുത്താലും നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുമ്പോഴുള്ള അല്ലാതെ കയ്യിൽ നിന്ന് പൈസ പൊട്ടാത്ത ഒരു വണ്ടി വേണം. പിന്നെ കൊടുത്താലും എന്തെങ്കിലും നമുക്കൊരു അബദ്ധം പറ്റി അല്ലെങ്കിൽ ബിസിനസ് ലോസ് വന്നു കൊടുത്താലും നമുക്ക് കാശ് കിട്ടുന്ന വണ്ടി ടൊയോട്ടയാണ്. ആ ഒരു ഇതാണ് സാർ. ഇതിപ്പോ തുടക്കത്തിൽ വന്ന സമയത്ത് 55 ലക്ഷം രൂപയ്ക്കൊക്കെ വിറ്റുകൊണ്ടിരുന്നതാണ്. പിന്നീട് വലിയ ഡിസ്കൗണ്ട് ആയി. എത്ര ഡിസ്കൗണ്ട് കിട്ടി? ഇതിന് സാർ എനിക്കൊരു 11 ലക്ഷം രൂപയോളം അവർ ഡിസ്കൗണ്ട് തന്നു. 11 ലക്ഷം രൂപയോളം ഡിസ്കൗണ്ട് തന്നു. ഞാനൊരു 2 വർഷമായിട്ട് ഇതിന്റെ പുറകെ ആയിരുന്നു സാർ ഈ വണ്ടിയുടെ. നമ്മൾ അത്രയ്ക്കും ഡ്രീം ആയിട്ടൊരു 3 കമ്പനിയുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ഉള്ള ടൊയോട്ടയുടെ ഡീലർ 3 കമ്പനികളുടെ ഡീലർഷിപ്പിൽ നമ്മൾ പല പ്രാവശ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഈവൻ ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ ഷോറൂമിലും പോയി ഒരുപാട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. സോ അവരെന്നെ എപ്പോഴും ഒക്കെ ഇങ്ങനെ GP നിന്നാണെങ്കിലും ബെൻസിൽ നിന്നാണെങ്കിലും ഒക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ എടുക്കൂല, മീൻസ് എന്തെങ്കിലും എടുക്കും എന്നുള്ളൊരു കൺസെപ്റ്റിൽ അവർ വിളിക്കാറുണ്ട്. ഞാൻ പോകാറും ഉണ്ടായിരുന്നു കോവിഡിന് മുന്നേ വരെ. കോവിഡ് കഴിഞ്ഞിട്ട് പിന്നെ അധികം വന്നിട്ടില്ല സാർ. ഇതിപ്പോ തികച്ചും വ്യത്യസ്തമായ ഒരു സെഗ്മെന്റ് ആണല്ലോ. എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു വാഹനം ഓടിച്ചു തുടങ്ങിയപ്പോ? സാർ എനിക്ക് ഭയങ്കര ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ്സിലിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. നമ്മളൊരു എന്തോ ഒരു ലൈക്ക് ഞാൻ വളരെ കുറച്ച് ഷോർട്ടൊക്കെ ആയതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഈ വണ്ടിയിൽ വന്ന് നമ്മൾ ഇരിക്കുമ്പോ ഏതോ ഒരു ഗമ ഒരു ഫീലിംഗ് ഉണ്ട്. അതിനെക്കാട്ടിലും ഉപരി നമ്മളുടെ ഈ ചാനലും നമ്മുടെ പർപ്പസ് ആണ്. ഞാനിപ്പോ എനിക്ക് വേറെ ടിയാഗോ ഉണ്ട് EV, അത് ഞാൻ ഓടിച്ചുകൊണ്ട് നടക്കാറുണ്ട്. അപ്പൊ അത് നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് യൂസ് ചെയ്യാം. കസ്റ്റമർ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഓരോ ബിസിനസ് എലമെന്റും കൂടെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് വണ്ടി എടുക്കുന്നത്. നമ്മൾ എന്താണ് ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇത്രയും ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ? ഫീച്ചർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. എനിക്ക് മൊത്തത്തില് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എഞ്ചിന്റെ സ്മൂത്ത്നെസ് ഒക്കെ എങ്ങനെയുണ്ട് ഇത്രയും വലിയൊരു വണ്ടിയായിട്ട്? എഞ്ചിന്റെ സ്മൂത്ത്നെസ് കുഴപ്പമില്ല. ഈ വണ്ടിയുടെ പർപ്പസ് അനുസരിച്ച് ദാറ്റ് ഈസ് ഗുഡ്. നമ്മൾ ഇത്രയും ലൈക്ക് ഹെവി ലോഡ് കയറ്റേണ്ട സസ്പെൻഷൻ ആണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഡ്രീമാണ് എനിക്കിങ്ങനെ ഈ ഹോട്ടലിലൊക്കെ പോയി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ടൂർ ചെയ്യുമ്പോ നമുക്കൊരു ബെഡ് ഇട്ടിട്ട് 2-3 പേര് കൂടി നമ്മൾ മറ്റേ ഇതിട്ടിട്ട് ലൈക്ക് ടെന്റ് ഇട്ടിട്ട് കിടക്കണം. ലൈക്ക് ഈ വണ്ടിയുടെ ബാക്ക് കണ്ടപ്പോ എനിക്ക് ഏറ്റവും സന്തോഷമായത് സത്യം പറഞ്ഞ. പലരും പറയും ഇത് കണ്ടു കഴിഞ്ഞാൽ ബോറാണെന്ന് പറയും. പക്ഷെ എന്നെ സംബന്ധിച്ച് അതാണ് സാർ ഏറ്റവും ഇത് ബോറെന്നൊന്നും പറയാനില്ല. നമ്മളിപ്പം ഇന്ത്യ വിട്ട് എവിടെ പോയാലും നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് അറിയാം. ഇപ്പൊ US എന്റെ ഫ്രണ്ട് പറയുന്നത് അവന് ഫോർഡിന്റെ റാപ്റ്റർ ഉണ്ട്, അപ്പൊ അവിടെ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ഉണ്ട്. ഞാനിങ്ങനെ എനിക്കൊരു ചെറിയ സൈക്കിൾ ഉണ്ട്, സൈക്കിള് ഇത് കേട്ടോ പോണം. മോനും ഭയങ്കര ഈ പറഞ്ഞ രീതിയിൽ എന്റെ മോനെ 8 വയസ്സേ ഉള്ളൂ. പക്ഷെ അവനിപ്പോ മറ്റേ സുപ്ര അപ്പൊ സുപ്രയാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ പറയും സുപ്ര മേടിക്കാനുള്ള വകുപ്പ് നമുക്കില്ല. ഹൈലക്സ് കൊണ്ടപ്പോ അവൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവന്. എന്തെങ്കിലും ഒരു പോരായ്മ തോന്നി ഇത്ര ദിവസം ഉപയോഗിച്ചപ്പോ? എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തോന്നി എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് ഇല്ല സാർ, ഇല്ല. എനിക്ക് വണ്ടി ഭയങ്കര സാറ്റിസ്ഫൈ. കാരണം ഞാനൊരു 2 വർഷമായിട്ട് ഇതിന്റെ പുറകെ ആയിരുന്നുണ്ട്. ഞാൻ ഇതിനെ ഒരുപാട് സാറിന്റെ ചാനൽസ് ഒക്കെ കണ്ടാൽ നമ്മൾ വളർന്നത്. ഇപ്പൊ AMT, DS ഈ ഗിയർ ബോക്സിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാനും ആ ഓരോ വണ്ടികളും സമയത്തിനൊക്കെ മാറ്റാനൊക്കെ സാറിന്റെ ചാനൽ കണ്ട. സോ നമ്മള് കുറേ സ്റ്റഡി ചെയ്ത് പിന്നെ കുറേ ഡ്രൈവ് ചെയ്തിട്ടൊക്കെയാണ്. എനിക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് ചോദിക്കുമ്പോ അങ്ങനെ ഒരു പോരായ്മകൾ എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. അതുകൊണ്ട് മൈലേജ് ഉണ്ട് സാർ. ഞാൻ മൈലേജ് നോക്കുന്ന ഒരാളാണ് സാർ. ഞാൻ മറ്റേ നമ്മുടെ പവർ മോഡിലിട്ട് ഓടിച്ചിട്ട് 7.6. ഈവൻ ഇൻ ഹൈവേ ഈവൻ ഇൻ ഹൈവേ ആൻഡ് ഓൾ നമ്മള് എല്ലാം മിക്സ് ആയിട്ട് നോക്കുമ്പോ 7.6 കിട്ടുന്നുണ്ട് സാർ. അപ്പൊ ഇനി നമുക്ക് ടിയാഗോയിലേക്ക് വരാം. EV വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ അറിയാൻ വേണ്ടി ചോദിക്കാം, എങ്ങനെയുണ്ട് EV സാർ? ടിയാഗോ ഞാൻ വാങ്ങിച്ചത്, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിസിനസ് പർപ്പസും എന്റെ പേഴ്സണൽ പർപ്പസിനും കൂടെ ആണ് മേടിച്ചത്. അപ്പൊ ഈ ടിയാഗോ ഞാൻ ലൈക്ക് 10 ലക്ഷം അന്ന് 10,72,000 രൂപ മേടിച്ചത്. എനിക്ക് ഏകദേശം 20,000 രൂപയോളം പെട്രോൾ എക്സ്പെൻസ് മന്ത്ലി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടിയാഗോ വാങ്ങിച്ചതിന് ശേഷം ഞാൻ കസ്റ്റമർ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് നമ്മളൊരു 12 കിലോമീറ്റേഴ്സിനുള്ളിൽ നമ്മുടെ ടയറിലും വാഷിലും ഒക്കെ കസ്റ്റമർ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ഈ വണ്ടിയായിട്ട് പോകും. കസ്റ്റമറിന്റെ ഈവൻ നമ്മൾ എൻ്റെ സ്റ്റാഫിനെ ഇറക്കും, വണ്ടി എടുത്തോണ്ട് വരും, തിരിച്ച് നമ്മൾ കസ്റ്റമർ വന്നു പിക്കപ്പ് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു മാസം 3000 കിലോമീറ്ററോളം പോകുന്നുണ്ട്. എൻ്റെ ബിസിനസ്സിൽ ഒരു അഡീഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ടിയാഗോ വന്നതിന് ശേഷം
എന്റെ ബിസിനസ് ഒരു 30% ഗ്രോ ചെയ്തു. കാരണം ഡെയിലി ഒരു 8-10 പിക്കപ്പ് എങ്കിലും കിട്ടുന്നുണ്ട്. സോ ലൈക്ക് നമുക്കൊന്നും ഇല്ലാത്തൊരു അവസ്ഥ ഒരു ദിവസം പോലും ദൈവം സഹായിച്ചുണ്ടാവുന്നില്ല. സോ എന്നെ സംബന്ധിച്ച് ഞാൻ 60,000 കിലോമീറ്റർ ഓടി 1.5 വർഷം കൊണ്ട്. സോ ഞാൻ പറയുന്നത് ഒരു 5 വർഷം കഴിയുമ്പോൾ എനിക്ക് വണ്ടിയുടെ കോസ്റ്റ് ബ്രേക്ക് ഈവൻ ആയി കഴിഞ്ഞു. ലൈക്ക് അതാണ് ലൈക്ക് അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല അതുവരെ. പ്രശ്നങ്ങൾ സർ സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ഒരു ആദ്യത്തെ ഒരു എടുത്ത് 2-ാം ദിവസം അതിന്റെ റേഡിയേറ്ററിന്റെ എന്തോ ഫാൻ ബെൽറ്റ് എന്തോ പോയി, അങ്ങനെ എന്തോ പ്രശ്നം പറ്റി. അത് കഴിഞ്ഞ് അവർ കൊണ്ടുവന്നപ്പോ അവര് വേറെ വണ്ടി എനിക്ക് തന്നു. അവര് വേറെ വണ്ടി ഉപയോഗിക്കാൻ തന്നു. 10 ദിവസം കഴിയുമ്പോൾ ശരിയാക്കി. പിന്നീട് ഇന്നേ വരെ ദൈവം സഹായിച്ചു ഒന്നും ഉണ്ടായിട്ടില്ല. 60,000 ബാറ്ററിക്ക് ഒന്നും ഒരു കുഴപ്പമില്ല സർ. പിന്നെ ഞാൻ വളരെ സൂക്ഷിച്ചാണ് കാര്യങ്ങൾ. ഞാനാണെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവരാണെങ്കിലും ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്തോ വണ്ടീനെ ഒന്നും ചെയ്യരുത്. വളരെ സ്നേഹത്തോടെ അവർ കൈകാര്യം ചെയ്യണം. അത് തീർച്ചയായിട്ടും വേണം. EV-കൾ ഓടിക്കുന്നവർ അല്ലെങ്കിൽ ചിലപ്പോൾ ചവിട്ടി നമ്മള് വളരെ കാം ആൻഡ് നമ്മൾ ഈ വണ്ടി ആണെങ്കിൽ പോലും നമ്മൾ വളരെ ആ ഒരു ഇത് കഴിഞ്ഞു. നമ്മൾ വളരെ ഇതായിട്ടാണ് സർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് 5 years ആകുമ്പോൾ വണ്ടിയുടെ കാശ് മുതലാണ്. 10 ലക്ഷത്തിന് മുകളിൽ പോകുന്നവർക്ക് ദേ മേ ബി അറ്റ് റിസ്ക്, അല്ലെങ്കിൽ അവര് ഇത്രയും കിലോമീറ്റർ ഓടുന്നവരായിരിക്കും. നല്ല ഓട്ടോ. എന്നെ സംബന്ധിച്ച് 3000 കിലോമീറ്റേഴ്സ് ഓടുക എന്ന് പറയുമ്പോൾ എനിക്ക് പെട്രോൾ ഓടുക, എനിക്ക് സോളാറും ഉണ്ട്. കോസ്റ്റ് വരുന്നില്ല, വളരെ ഇതേ ഉള്ളൂ. വളരെ മെച്ചമാണ് സർ. അപ്പൊ എന്നോട്ടാണ് നമ്മൾ ഈ പരിപാടി ആരംഭിക്കാൻ പോകുന്നത്? നമ്മുടെ ഇൻസ്റ്റാഗ്രാം നമ്മളത് ശരിക്കും പറഞ്ഞ ഡേറ്റ് ലോഞ്ച് ആയിട്ടില്ല സാർ. ചെറിയ നമ്മളതിന്റെ പ്ലാൻ, നമുക്ക് നമ്മുടെ കൂടെ സിനിമയിലെ തന്നെ ഡയറക്ടർ ആയിട്ട് മോഹിക്കുന്ന 1-2 പിള്ളേരുണ്ട്. അവരൊക്കെ നമ്മളോട് ജോയിൻ ചെയ്യണം. അവർക്ക് എന്തായാലും ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചാനലായിട്ട് അപ്പൊ നമ്മൾ ഡിസ്കഷനിലാണ് സാർ. അത് നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു ക്വാളിറ്റി, ചുമ്മാ ഒരു വ്ളോഗിംഗ് ആയിട്ട് ചെയ്യാതെ ഒരു ക്വാളിറ്റി കണ്ടന്റ് വേണം എന്നുള്ള ഒരു ഇതിലാണ്. അത് നമ്മളൊരു വരും മാസങ്ങളിൽ അത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ ഹൈലക്സ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലപോലെ ബാർഗെയിൻ ചെയ്യുക. 11 ലക്ഷം രൂപ വരെയൊക്കെ ഡിസ്കൗണ്ട് കിട്ടാവുന്നതാണ്. അത് കൂടുതലും കിട്ടാവുന്നതാണ് അല്ലെ? വീണ്ടും അല്ല സാർ, ഇപ്പൊ അവരെന്നോട് പറഞ്ഞു ഈ GST വന്നപ്പോ ഇനിയും കുറച്ച് കൊടുക്കൂല. GST കുറച്ച് കൊടുക്കൂല. എനിക്ക് തോന്നുന്നു ഈ ഹൈലക്സ് അവർക്ക് വിൽക്കുമ്പോൾ ഒരുപാട് പേര് എടുക്കാത്തത് കൊണ്ടിട്ട് അത് അവർക്ക് നഷ്ടമാണ്. പക്ഷെ അവർക്ക് ഈ ഹൈക്രോസും ഇതൊക്കെ വിൽക്കുമ്പോഴായിരിക്കും അതിന്റെ ഇത് ചെയ്യുക. ബട്ട് ലൈക്ക് അതൊരു ഈ പറഞ്ഞ രീതിയിൽ ഇനി അവർ കുറയ്ക്കാൻ ചാൻസ് ഇല്ല. എങ്കിൽ പോലും ഈ ഒരു വിലക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഡിമാക്സ് വീക്കോസിന്റെ വിലക്കാണ് ഇപ്പൊ ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല സർ, ഫോർച്യൂണറിന്റെ ഇതാണ്. അതെ, ഫോർച്യൂണറിൽ നമുക്ക് ഒരു കിടക്കാൻ പറ്റുമോ കയറി? ഇത് ഫോർച്യൂണർ ആണ്, ശരിക്കും ഫോർച്യൂണർ ആണ്. അകത്ത് കയറി നമുക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഇതൊരു ബെഡ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ടിന് ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ട്. അവൻ പറഞ്ഞു, എടാ ഞാൻ നിനക്ക് ബെഡ് തന്നേക്കാം, സുഖമായിട്ട് കിടക്കാം. നമുക്ക് വീടില്ലെങ്കിലും നമുക്കൊരു രാത്രി കിടക്കാൻ സുഖമാണ്. നമ്മളൊരു ടെന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാൻ വിട്ടാൽ അടിപൊളി സുഖം. പിന്നെ സൂപ്പർ. നമ്മളത് ആൾക്കാർ ഇതൊന്നും ഈ റോഡിൽ കൂടെ അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ലാതെ ഉള്ളൊരു ഇത് ചെയ്താൽ ലോകവ്യാപകമായിട്ട് നോക്കിയാൽ ഫാമിലികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. പക്ഷേ ഇന്ത്യയിൽ എന്തോ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രിപ്പ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോഴും ആളുകൾ പറയുന്നത് ഇത് എന്നോട് ഒരാൾ എടാ ഇത് ചാണകം കൊണ്ടുപോകുന്ന വണ്ടിയല്ലേ ഇത്? അങ്ങനെ ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ കൺസെപ്റ്റ് ആണ്, നമ്മളുടെ കൺസെപ്റ്റ് ഡിഫറെന്റ് ആണ്. ഇത് ഓരോ ആൾക്കാരും നോക്കി കാണുന്ന പോലെയാണല്ലോ സാർ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ. ഭയങ്കര സാറിന്റെ വീഡിയോസ് കണ്ടാണ് നമ്മൾ വളർന്നത് തന്നെ. താങ്ക് യു. അപ്പൊ കീപ് വാച്ചിങ്. ഓക്കെ സാർ, താങ്ക് യു സാർ. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഒരു പോർഷെ കൈമാൻ്റെ ഉടമയാണ്. അപ്പോൾ ഈ ഉടമ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ എങ്ങനെ ഇതിൻ്റെ അകത്ത് ഇരുന്നു എന്ന് നമുക്ക് അത്ഭുതം തോന്നും. കാരണം അത്രയും ലോ പ്രൊഫൈൽ വാഹനത്തിൽ നിന്നാണ് ഇത്രയും ഹൈറ്റുള്ള ആൾ ഇറങ്ങി വന്നത്. നമസ്കാരം, പേര്? നമസ്കാരം, അജിം ഷാ. അപ്പോൾ അജിം ഷാ 7 എന്ന് ബാക്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഇത് കണ്ടു. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. എന്തായിരുന്നു അജിം ഷാ? ഞാൻ ബിസിനസ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? എനിക്കിവിടെ കൊച്ചി തന്നെ ഒരു ഷോറൂം ഉണ്ട്, പ്രീ ഓൺഡ് ലക്ഷറി കാർസിന്റെ. പോണ്ടിയാക് മോട്ടോഴ്സ് ആണ് പേര്. ഏതാ പേര്? പോണ്ടിയാക് മോട്ടോഴ്സ്. പോണ്ടിയാക് കണ്ടിട്ടുണ്ടല്ലോ. അത് എവിടെയായിരുന്നു? അത് വൈറ്റില ഗോൾഡ് സുഖിന് ഓപ്പോസിറ്റ്. ഗോൾഡ് സുഖിനോ? ശരി. അപ്പോൾ എത്ര കാലമായി? ഇവിടെ 2 വർഷമായി. പിന്നെ നമുക്ക് നാട്ടില് കൊല്ലത്ത് കരുനാപ്പള്ളി ഷോറൂം ഉണ്ട്. ശരി. അതിന് 6 വർഷമായി. അപ്പോൾ ലക്ഷറി കാർസ് മാത്രമാണ്? ലക്ഷറി കാർസ് മാത്രമാണ്. ശരി. അപ്പോൾ ഏത് വാഹനവും വാങ്ങിക്കാവുന്ന അവസ്ഥയുണ്ട്. പിന്നെ എന്തുകൊണ്ട് കൈമാനിലേക്ക് എത്തി? എന്താണ് ഇതിൻ്റെ അത് അട്രാക്ട് ചെയ്ത കാര്യം? കൈമാൻ ഇപ്പൊ എടുത്തിട്ട് 3.5 വർഷമായിട്ടുണ്ട്. ഡ്രീം കാറായിരുന്നു എൻ്റെ, പോർഷയിൽ. അങ്ങനെ ഒരു നല്ല ഡീലിന് കാറ് വന്നു. ആ സമയത്ത് ക്യാഷ് ഉണ്ടായിരുന്നു, എടുത്തു. എന്നിട്ട് എങ്ങനെയുണ്ട് 3.5 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു പഴയ ഡ്രീം കാറിൻ്റെ അതേ
സാധ്യതകളൊക്കെ ഇപ്പോഴും ഇതിനുണ്ടോ? അതെ, എനിക്ക് മെയിൻ്റെനൻസ് ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല വേറെ ഒന്നും. നോർമൽ ഓയിൽ ചേഞ്ചിങ്ങും ആ ഒരു ഇതല്ലാതെ പണികളൊന്നും വന്നിട്ടില്ല. ശരി. ഡെയിലി ഉപയോഗിക്കുന്നുണ്ടോ? ഡെയിലി ഇല്ല, എങ്കിലും അത്യാവശ്യം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ലോങ് അല്ല ഇതിലാണ് പോകാറുള്ളത്. ആണല്ലേ? പിന്നെ വീക്കിന് എന്തായാലും ഇത് എടുക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ റോഡ് സാഹചര്യത്തിൽ ഇത് ഓടിച്ചോണ്ട് നടക്കാൻ പറ്റുമോ? മോശമാണ്. ഇപ്പം കൊച്ചി തന്നെ നാട്ടോട്ട് പോകാനുള്ള അവസ്ഥ ഇല്ല. അതെ, കൊല്ലത്തൊന്നും ഒരിക്കലും പോകാൻ പറ്റില്ല. ഇവിടെ പോകാൻ പറ്റുവാണെങ്കിൽ കോട്ടയം വഴി കറങ്ങി പോകേണ്ട അവസ്ഥയാണ്. അപ്പൊ ഈ ലക്ഷറി കാർ ആയിട്ട് ഡീൽ ചെയ്യുന്ന ആളെന്നുള്ള അല്ലെങ്കിൽ എല്ലാ ലക്ഷറി കാറും ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ. അതെ. എന്താണ് ഇതിലൊരു കണ്ടൊരു സ്പെഷ്യാലിറ്റി? എന്താ ഇതൊരു ഡ്രീം കാറായി മാറിയത് എന്തുകൊണ്ടാണ്? ഹാൻഡ്ലിംഗ് അടിപൊളിയാണ്. നമുക്ക് ഒരു ഏത് സ്പീഡിലും നല്ല ഹാൻഡ്ലിംഗ് ആണ്. പിന്നെ റോഡ് പ്രസൻസ്. പിന്നെ ഞാനിപ്പോ നല്ലൊരു ഫാമിലിയാണ്. ഞാനിതിൽ കയറി കഴിഞ്ഞാൽ എനിക്കിത് മനസ്സിലായത് എത്രമാത്രം നല്ലതാണെന്നുള്ളത്. ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് ഒരു റൈഡ് കഴിഞ്ഞ് വരുന്നെങ്കിൽ ചെറിയൊരു എറർ കാണിച്ചു. ഒന്നുമില്ല, എന്നെ ഇതുവരെ വഴി കിടത്തിയിട്ടില്ല. ആ എറർ കാണിച്ച സമയത്ത് ഞാൻ കോണ്ടാക്ട് ചെയ്തു. അത് ഏകദേശം രാത്രിയാണ്, ഒരു 12 മണി സമയത്താണ്. എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്തു. എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ചെയ്തു തന്നു. സർവീസ് ഒക്കെ ഓക്കെയാണ്. നല്ല ഫാമിലിയാണ്. നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടോ ഈ പോർഷെ? അതെ അതെ. ആണോ? കെയ്മാനുകൾ എത്ര എണ്ണം ഉണ്ടാവും കേരളത്തിൽ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ നോക്കിയാൽ? കൈമാനായിട്ടല്ല, ആ ഗ്രൂപ്പിൽ പോർഷയുടെ എല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇത്രയും കാലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, മെയിൻലി ഒരു ഫണ്ണാണ് ഓടിച്ച് നടക്കാനായിട്ട്. ഹാൻഡ്ലിംഗ് അടിപൊളിയായിട്ട് നല്ല രസമാണ്. കയ്യിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. ഈ പറഞ്ഞ പോലെ വളവുകൾ വീശാനും ഒക്കെ എല്ലാം വരുന്നത്. കോർണറിംഗ് അടിപൊളിയാണ്. നമുക്കൊരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും പോർഷെ എന്ന് കേൾക്കുമ്പോൾ ഈവൻ BMW വാങ്ങിക്കുന്നവരുടെ പോലും മനസ്സിൽ വരുന്നത് എപ്പോഴും മെയിൻ്റെനൻസ് കോസ്റ്റാണ്. പോർഷെക്ക് അതുപോലെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ഓയിലിന്റെ അല്ലാതെ വേറെ നോർമൽ പീരിയഡ് സർവീസ് അല്ലാതെ അതൊരു 55,000-65,000 ആ റേഞ്ച്. അത് ഇതിനെ സംബന്ധിച്ച് കൂടുതലല്ല. അപ്പൊ അതല്ലാതെ എനിക്ക് അങ്ങനെ വേറെ ഒന്നും വന്നിട്ടുമില്ല. സർവീസ് പ്രോപ്പർ ഷോറൂമിൽ തന്നെ ചെയ്യാറ്. പുറത്ത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ ഇപ്പോഴത്തെ ഒരു നമുക്ക് ട്രെൻഡ് അറിയാൻ വേണ്ടി ചോദിക്കാം. ഈ ലക്ഷറി കാറുകൾ കൈകാര്യം ചെയ്യുന്ന ആളെന്നുണ്ടെങ്കിൽ മലയാളികളുടെ മനസ്സ് ഏത് ബ്രാൻഡിലേക്കാണ് ലക്ഷറി കാറുകളുടെ കാര്യത്തില്? പിള്ളേരുടെ എല്ലാം BM തന്നെ. അതെ, അത് മാറിയിട്ടില്ല. നമുക്ക് സെയിൽസ് BM, നമുക്ക് സെയിൽസ് അങ്ങനെ പ്രശ്നമില്ല, എല്ലാം പോകുന്നുണ്ട്. BM, ഓടി, ജാഗ്വർ ആണ് പൊതുവെ കുറച്ച് ഡൗൺ ആയിട്ടേക്ക്. ഈ ബെൻസ് എന്ന് പറയുന്ന ആയിരുന്നല്ലോ പഴയ ഒരു സംഭവം. അത് പക്ഷേ ഇപ്പൊ അത് കുഴപ്പമില്ല. അത് പക്ഷെ കുറച്ചുകൂടെ ഒരു മെച്ചൂർഡ് ക്ലാസ് ആണോ എടുക്കുന്നത്? എല്ലാവരും എന്താ പറയുക, ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന വണ്ടി BM തന്നെയാണ്. BM-ന്റെ ഏതാ കൂടുതൽ പോകുന്നത്? 5 സീരീസും പോകും, 3 സീരീസും പോകും, രണ്ടും പോകുന്നുണ്ട്. 5 സീരീസ് ആണ് ഇപ്പൊ കൂടുതൽ പോകാറുള്ളത്. പോർഷയുടെ കാര്യത്തിലോ? പോർഷെ എത്രത്തോളം പോകുന്നുണ്ടാവും? അതോ സെക്കൻഡ് ഹാൻഡ് അധികം വരുന്നില്ല? പോർഷെ കുറവാണ്. അതെ. അതുപോലെ നമ്മുടെ EV-കൾ ഇപ്പൊ പുതിയ ഈ പ്രീമിയം വാഹനങ്ങളിലൊക്കെ EV-കൾ വന്നല്ലോ. EV-കൾ ഷോറൂമിൽ എത്തി തുടങ്ങിയത് റീസെയിൽ. EV നമുക്ക് ബുദ്ധിമുട്ടാണ്. റീസെയിൽ വാല്യൂ എന്ന് വെച്ചാൽ നമ്മളൊരു കസ്റ്റമർക്ക് വില പോലും പറയാൻ പറ്റത്തില്ല. ഇപ്പം ഡിപ്രഷൻ അറിയാമല്ലോ, അത്രയും കുറവായതുകൊണ്ട് നമുക്ക് സംസാരിക്കാനേ പറ്റത്തില്ല. അപ്പൊ EV അല്ലല്ലോ നമ്മൾ ചെയ്യുന്നില്ല. EV എക്സ്ചേഞ്ച് ഒക്കെ വരാറുണ്ടെങ്കിൽ എടുത്താലും ഷോറൂമിൽ കിടക്കേണ്ട അവസ്ഥയിലോട്ട് പോകും. EV ചെയ്യാം. നമ്മള് ബാക്കിയുള്ള ഷോറൂം ഒക്കെ ഉണ്ട് കിടക്കുന്ന, നമുക്കറിയാം. അതുകൊണ്ട് EV ചെയ്യുന്നില്ല. അപ്പൊ എന്താണ് ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവും EV കാലഘട്ടത്തിലാകുമ്പോഴത്തേക്ക് EV ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ EV ഭയങ്കര റേറ്റിൽ വ്യത്യാസമുണ്ട്. നമുക്ക് സെയിലും ബുദ്ധിമുട്ടാവുള്ളൂ. EV-കൾ ഓടിച്ചു നോക്കിയിട്ടില്ലേ? EV ഇഷ്ടമാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ EV ഞാൻ നോക്കുന്നില്ല. എഞ്ചിൻ ഇല്ല, സൗണ്ട് ഒന്നും ഇല്ല. നമുക്ക് എങ്ങനെ അത് ഞാൻ ചോദിക്കാൻ വന്നത് അത് തന്നെയാണ്. ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു പെട്രോൾ ഹെഡ് എന്നുള്ള നിലയ്ക്ക് EV-കൾ തീർച്ചയായിട്ടും ടോർക്കി ആയിട്ടുള്ള ഒരു മോട്ടറൊക്കെ ഉണ്ടെങ്കിൽ പോലും, നല്ല പിക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഓടിക്കുമ്പോ? ഞാനിപ്പം ഈയിടയ്ക്ക് സൈബസ്റ്റർ നോക്കിയായിരുന്നു. പക്ഷെ കാണാനൊക്കെ നല്ലതാണ്. പക്ഷെ ഈ ഒരു അവസ്ഥ തന്നെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അറിയുന്നില്ല, പോകുമ്പോ ആരും അറിയുന്നില്ല. ആ ഒരു അതുകൊണ്ട് ഈ ഒരു ബഹളം വേണം അല്ലേ? ബഹളം വേണം അല്ലേ? കഴിയുമ്പോ ഒരു അഡ്രിനാലിൻ റഷ് കിട്ടണം അല്ലേ? എന്തെങ്കിലും ചെയ്തോ ഇത് എടുത്തിട്ട്? എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് 20 ലക്ഷം ലോഡിങ്സ് ഉണ്ട്. GT4-ന്റെ കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ AG വീൽസ് 20 ഇഞ്ച് വീല് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് രസമുണ്ട്. അലോയ് നല്ല ഭംഗിയായിട്ടുണ്ട്. അതെ. M520R എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പൊ ഇതാണ് അജിംഷയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. പിന്നെ പിന്നെ സൈഡ് വെന്റ്, GT4-ന്റെ വെന്റ്, വിങ്സ്, കാർബൺ ഫൈബർ. അതൊക്കെ ചെയ്തു. ഈ കാർബൺ ഫൈബറിന്റെ ഇതും എക്സ്ട്രാ ഡക്ടൈൽ എന്ന് പറയുന്ന ഒരു. ഇപ്പൊ എത്ര ഓടി ഇപ്പം ഇത്രയും കാലം കൊണ്ട്? ഞാനിപ്പോ ഞാൻ എടുത്തപ്പോ 20,000 അടുപ്പിച്ചായിരുന്നു. ഇപ്പൊ 30+ ആയിട്ടുണ്ട്. 30+. ലോങ് എല്ലാം അത്യാവശ്യം ഇതിലാ പോകുന്നത്. റൈഡ് ഞാൻ മിസ് ചെയ്യാറില്ല. പോർഷെ റൈഡ് എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. പോർഷെ റൈഡ് പൊതുവെ എങ്ങോട്ടൊക്കെയാ സാധാരണ ഇവിടുന്ന്? നമ്മള് ഊട്ടിയിൽ പോയിട്ടുണ്ട്, ഏർക്കാട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് വയനാട് പോയി.
വയനാട് പോയപ്പോൾ ഞാൻ പോയില്ല, കാരണം വെച്ചാൽ ഒരു 2 വീക്ക് മുമ്പ് ഞാൻ വയനാട് ഇതിൽ പോയതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയത്. കൺവേർട്ടബിൾ ഇഷ്ടമല്ലേ? കൺവേർട്ടർ ആക്ച്വലി എനിക്ക് ഒരെണ്ണം ഉണ്ട്, 330 BM-ന്റെ ഒരെണ്ണം ഉണ്ട്. സീഫർ ഉണ്ടോ? അല്ല, 330D. 330D, ഓക്കെ. അത് ഉണ്ട്, അതാകുമ്പോൾ 4 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം, അത്യാവശ്യം നല്ലതാണ്. അതെന്താണ് ഇപ്പൊ ഈ കേരളത്തിലെ സാഹചര്യത്തിൽ കൺവേർട്ടബിൾ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഓടിച്ചു പോകാൻ? എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമായിട്ട് തോന്നില്ല. ഈ റോഡിന്റെ പ്രശ്നം കൊണ്ട് എടുക്കാൻ പറ്റൂല, നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അല്ലാതെ ഇപ്പൊ നമുക്ക് ലോങ് ഒക്കെ നല്ലതാണ്. മൂന്നാർ അല്ല, നമുക്ക് എവിടെ കേരളത്തിന് പുറത്ത് എവിടെ പോയാലും അടിപൊളിയാണ്. അതിൽ നല്ല യാത്ര ചെയ്യാൻ അടിപൊളിയാണ്. ഇതിൽ 2 പേർക്ക് ഇരിക്കാൻ കഴിയും, അതിൽ 4 പേർക്ക് യാത്ര ചെയ്യാം. ശരിയാണ്. സീഫറിന്റെ ഒരു പ്രശ്നം 2 പേർക്കേ പറ്റുള്ളൂ. 330 ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല, യാത്ര ചെയ്യാം. അപ്പൊ ഇത്ര ഒരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ എങ്ങനെയായിരിക്കും? ഇപ്പൊ പോർഷെ ഈ ഒരു വാഹനം ഒക്കെ സെക്കൻഡ് ഹാൻഡ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ ഏകദേശം എന്ത് വിലയുണ്ട്? ഇപ്പോൾ 75 തൊട്ട് മുകളിലോട്ട് കിട്ടും കാർ. പിന്നെ ഡിപ്പെൻസ് ഇതിന്റെ ഓണർഷിപ്പ്, കിലോമീറ്റർ ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ടാണ് വില വരുന്നത്. പിന്നെ ഏത് കാർ എടുക്കുവാണെങ്കിലും ഫസ്റ്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്യുക, ഷോറൂം സർവീസ് ആണോ നോക്കുക, ആക്സിഡന്റ് ഹിസ്റ്ററി നോക്കുക. പിന്നെ ഏറ്റവും നല്ലത് നമ്മൾ പുറത്തൊന്നും കൊണ്ട് ചെക്ക് ചെയ്യാതെ ഷോറൂമിൽ തന്നെ കൊണ്ട് സ്കാൻ ചെയ്യാൻ പറ്റും. 10,000 ആ റേഞ്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ ഫുൾ ഹിസ്റ്ററി എടുത്തു തരും. ഫുൾ നിലവിൽ എന്താണോ അതിന്റെ കംപ്ലൈന്റ്സ് അതെല്ലാം എടുത്തു തരും. എന്നിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞങ്ങള് ഷോറൂമിലോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അതിന്റെ ഒരു പേപ്പർ കസ്റ്റമറിനും കാണിക്കാം ഇനി വരുന്ന, അപ്പൊ അവർക്കും ട്രസ്റ്റ് ഉണ്ടാവും. ഞാൻ അങ്ങനെ ഇത് എടുത്തത്. ഇത് അങ്ങനെ പെട്ടെന്ന് വന്നു, ഇതുപോലെ നോക്കി എടുത്തു, ഓക്കെ ആയിരുന്നു. ഹിസ്റ്ററി ഫുൾ ഹിസ്റ്ററി ഷോറൂമിലുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ ഏത് ബ്രാൻഡാണോ അവരുടെ ഷോറൂമിൽ കൊണ്ടുപോയി 10,000 ഉള്ള ഫീ അത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഹിസ്റ്ററി എടുത്തു തരും. അങ്ങനെ മാത്രമല്ല നിലവിലുള്ള എന്താണ് ഇതിന്റെ കണ്ടീഷൻ അതെല്ലാം എടുത്തു തരും. അതാണ് ഏറ്റവും ഓരോന്നിനും ലൈഫ് അതിൽ കാണിക്കുമല്ലോ. അത് വെച്ചിട്ട് അപ്പൊ എന്തൊക്കെ മാറണമെന്നുള്ള ഒരു എസ്റ്റിമേറ്റ് അവർ തരും. എന്നിട്ട് നമുക്ക് ഡീൽ ചെയ്ത് എടുക്കാം. ബാർഗൈൻ ഒരു ഇത് കിട്ടുകയും ചെയ്യും. അതൊക്കെ മാറ്റേണ്ടതല്ല. അത് ഒരിടത്തോണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അവര് പൊതുവെ മെക്കാനിക്കലി കസ്റ്റ് നോക്കുക, ഡീറ്റെയിൽ ആയിട്ട് കിട്ടത്തില്ല. ഷോറൂമിൽ സ്കാൻ ചെയ്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും പോണ്ടിയാക്ക എന്ന് പറഞ്ഞ പേരൊന്ന് ഓർത്ത് വെച്ചു. നമ്മുടെ ഇവിടെ വൈറ്റിലുണ്ട്, പിന്നെ കരുനാപ്പള്ളി അല്ലേ? കരുനാപ്പള്ളിയിലും ഉണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് കൊച്ചിയിൽ BM ഇതൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളിനി പരിചയപ്പെടുന്നത് ഒരു റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ ഓണറിനെയാണ്. കാണുമ്പോൾ ഒരു ഗംഭീര റൈഡറാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണോ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് അരുൺ. എന്ത് ചെയ്തു? ഞാൻ ഈവയിലാണ്. ഇവിടെ കൊച്ചി തന്നെ. എവിടുത്തുകാരനാണ്? കോട്ടയമാണ് സ്വദേശം. കോട്ടയത്തോടെ? കോട്ടയം മുട്ടമ്പലം കന്നിക്കുഴിക്കടുത്ത്. അപ്പോൾ ഞാനീ പറഞ്ഞത് ശരിയാണോ? ഒരു ധാരാളം റൈഡ് ചെയ്യുന്ന ആളാണോ? ധാരാളം റൈഡ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. റൈഡിന് വേണ്ടിയിട്ടൊക്കെ എടുത്തതാണ്. കോവിഡിന് തൊട്ട് മുന്നേ എടുത്താണ് ഇതൊക്കെ ചെയ്തത്. ഞാനും വൈഫും അറ്റ്ലീസ്റ്റ് ഗോവ വരെ പോകണം, പിന്നെ പറ്റുവാണെങ്കിൽ നോർത്ത് ഇന്ത്യ ഒക്കെ പോകണം എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ എടുത്ത് 2 മാസം അതിന് കോവിഡായി. പിന്നെ അത് അങ്ങനെ വെച്ചു. പിന്നെ കോവിഡിനിടയ്ക്ക് കുട്ടിയായി. പിന്നെ പ്രയോറിറ്റി ഒക്കെ മാറി. ഇപ്പൊ ആകെ പോകുന്ന റൈഡ് എന്ന് പറയുന്നത് കൊച്ചി, കൊല്ലം, കൊച്ചി, കോട്ടയം, പിന്നെ കോട്ടയത്തു നിന്ന് മറ്റേ തേക്കടി, വാഗമണ്ണൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോകും. അങ്ങനെ പോകും, അതേ ഉള്ളൂ. അപ്പൊ ഈ ഹിമാലയൻ വാങ്ങിക്കുന്ന സമയത്ത് വേണമെങ്കിൽ മറ്റു ചില വാഹനങ്ങളിലേക്കും പോകാമായിരുന്നു. എന്തുകൊണ്ടാണ് ഹിമാലയൻ സെലക്ട് ചെയ്തത്? ഞാൻ ആ സമയത്ത് നോക്കിയ 2 വണ്ടികൾ, 2 തമ്മിൽ കമ്പാരിസൺ ഇല്ല. പക്ഷേ ഡോമിനാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബജാജിന്റെ. അതിന് മുന്നേ ബജാജിന്റെ 220 ഒക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഡോമിനാർ ഇറങ്ങിയപ്പോൾ അത് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതും ഇതും തമ്മിൽ ഇങ്ങനെ കമ്പാരിസൺ ചെയ്ത് ലാസ്റ്റ് 2 ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ ഞാൻ ഡോമിനാറിൽ എനിക്ക് പ്രതീക്ഷിച്ച ഒരു പഞ്ച് കിട്ടിയില്ല. തൊട്ട് പറയും ഇത് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര സ്മൂത്ത് സസ്പെൻഷനും ഈ നമ്മൾ ബ്രിഡ്ജിലെ ഗട്ടേഴ്സ് ഒക്കെ എടുത്തു പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വൈഫും ഉണ്ടായിരുന്നു. വൈഫിനും അത് ഭയങ്കര കംഫർട്ടബിൾ ആയി. അപ്പോൾ ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ അങ്ങനെ ബുക്ക് ചെയ്തെടുത്ത വണ്ടിയാണ് ഹിമാലയൻ. പക്ഷേ ഡോമിനാർ കാണാൻ കുറച്ചുകൂടെ ഒരു വൃത്തി ഭംഗിയാണ്. കാണാനൊക്കെ ഭംഗി അത് തന്നെയാണ്. എസ്തെറ്റിക്കലി ഡോമിനാർ തന്നെയാണ് ഭംഗി. ഇപ്പോഴും അതിന്റെ സൗണ്ടും കേൾക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഡോമിനാർ കാണുമ്പോൾ നോക്കി നിൽക്കും. പക്ഷേ എനിക്ക് കുറച്ച് ഒരു ബോഡി വെയിറ്റ് ഉള്ള ആളാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ലോങ്, ഇപ്പോൾ ഒരു 80 കിലോമീറ്റർ 100 കിലോമീറ്റർ ഓടിക്കുമ്പോൾ കംഫർട്ടബിൾ ഈ ഒരു റൈഡിംഗ് പോസ്റ്ററാണ്. ഇതിന്റെ ഒരു റൈഡിംഗ് പോസ്റ്റർ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ എന്താണ് ഇത്രയും കാലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് ഹിമാലയൻ, ഞാൻ ഹിമാലയൻ വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചാൽ പ്രോത്സാഹിപ്പിക്കുമോ? എന്ത് ചെയ്യും? തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കും. നമ്മുടെ റോഡിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് ഈ അഡ്വഞ്ചർ, ഹിമാലയൻ എന്നല്ല, അഡ്വഞ്ചർ കാറ്റഗറിയിലുള്ള ബൈക്ക് നമുക്ക് വളരെ നല്ലതാണ്. കാരണം നമ്മളിപ്പോൾ രാത്രിയിലൊക്കെ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണ് ഒരു കുഴി എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തന്നെ പല സന്ദർഭങ്ങളുണ്ടായിട്ട് ഞാൻ സ്പീഡിൽ വന്ന് കുഴിയിൽ ചാടി, അത് വേറൊരു ബൈക്കാണെങ്കിൽ ഞാൻ തെറിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ലൊരു പോയിന്റായി പറഞ്ഞത്. അപ്പം ഇത് തന്നെ അങ്ങനെ ഒരുപാട് ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത റോഡാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കുഴി കാണും. രാത്രി നമ്മളെല്ലാവരും അസംഷനിലാണ് ഓടിക്കുന്നത്. അപ്പൊ ഇത് അങ്ങനത്തെ ഇതിൽ വളരെ ഉപകാരമാണ്. ശരിക്കും നമ്മുടെ റോഡുകളെല്ലാം ഓഫ് റോഡ് ആയത്. ഞാനതുകൊണ്ട് ഓഫ് റോഡ് പോയിട്ടില്ല. പക്ഷെ നമ്മുടെ റോഡുകളിൽ എനിക്ക്
റഫ് പാച്ചസ് കാണുമ്പോൾ സന്തോഷമാണ്. ഇപ്പം ബൈചേട്ടൻ ജിംനിയുടെ കാര്യം പറഞ്ഞ പോലെ ഞാൻ റഫ് പാച്ചസ് വരുമ്പോൾ വളരെ ലാവിഷായിട്ടും ഓടിച്ചു പോകും ഒരു സൈഡിൽ കൂടെ. ഭയങ്കര രസമാണ് ഇത് ഓടിക്കാനായിട്ട്. അതല്ലാതെ എങ്ങനെയാണ് ബാക്കി കംഫർട്ട് ലെവലൊക്കെ എങ്ങനെയാണ്? ഓടിക്കുന്ന ആൾക്കാണേലും അതെ പില്യനാണേലും വളരെ കംഫർട്ടബിൾ പൊസിഷൻ. ഇപ്പം നമ്മൾ യമഹയുടെ ഒക്കെ ബൈക്കുകൾ നോക്കി മോഡേൺ ബൈക്കുകൾ നോക്കിയാൽ പില്യൻ ഒരുപാട് ഹൈറ്റിലായിരിക്കണം. അപ്പം ഇത് അങ്ങനെയില്ല. ഇപ്പം എനിക്കും വൈഫും എൻ്റെ അതേ സെയിം ഹൈറ്റാണ്. ഞങ്ങൾക്ക് സെയിം ഏകദേശം ഇത് ഇരുന്ന് പോകാം. നല്ല കംഫർട്ടബിൾ ആണ്. സസ്പെൻഷൻ ട്രാവൽ വളരെ നല്ലതാണ്. ഏകദേശം 180 mm സസ്പെൻഷൻ ട്രാവൽ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരുമാതിരി കുഴിയാണേലും എന്താണേലും കംഫർട്ടബിളി എടുത്തു പോകാൻ വളരെ ഉപകാരമാണ്. ഹീറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ? പഴയ ഹീറ്റ് ഇഷ്യൂസ് ഉണ്ട്. ഇതൊരു സിറ്റി റൈഡിങ്ങിന് ഒട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണെങ്കിൽ വെറുത്തു പോകും, നന്നായിട്ട് ചൂടാവും. പ്ലസ് ഈ ലോ ആൻഡ് ടോർക്ക് ഇച്ചിരി മോശമാണ്. അപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി ഫസ്റ്റ് സെക്കൻഡ് തന്നെ ഇട്ടിട്ടേ പോകണം. അതൊരു 20 നമുക്ക് സെക്കൻഡേന്ന് പോലും എടുക്കാൻ പറ്റില്ല, ക്ലച്ച് താങ്ങേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തന്നെ എടുത്തു പോകണം. പക്ഷേ നമ്മൾ ഹൈവേ ഓടിക്കുമ്പം ഇതെല്ലാം മാറി നമ്മൾ വീണ്ടും ഇതിനെ അങ്ങ് സ്നേഹിച്ചു പോകും. അത്രയും ഒരു 80-90 ക്രൂസിങ് സ്പീഡാണ് ഇതിൻ്റെ കംഫർട്ടബിൾ. അത് നല്ല സുഖമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകും. എത്ര ഓടിക്കാണും ഇപ്പോൾ? ഇതിപ്പോൾ ഒരു 12,000 ആയിട്ടേ ഉള്ളൂ. 12,000 ഓടിക്കുമ്പോൾ ഉള്ള സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ? ഇപ്പം ഞാൻ റീസെൻ്റ്ലി സർവീസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം ഒരു 8,000 രൂപയോളം ബില്ല് വന്നായിരുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു 5-6 എന്തായാലും ആവുന്നുണ്ട്. എന്തായാലും ഓരോന്നൊക്കെ മാറാൻ അത്രയൊക്കെ ആവുന്നുണ്ട്. മൈലേജോ? മൈലേജ് സിറ്റിയിൽ എനിക്കൊരു 28 to 32 കിട്ടാറ്. അത് മോശമല്ല. മോശമല്ല. പിന്നെ നമ്മൾ കൈ കൊടുത്ത് ഓടിക്കുന്ന പോലെ ഇരിക്കും. ഒരു തവണ മാത്രമേ ഞാൻ ടാങ്ക് ടു ടാങ്ക് ലോങ് പോയപ്പോൾ നോക്കിയിട്ടുള്ളൂ. അത് കോട്ടയം ടു കൊല്ലം പോയപ്പം രാവിലെ ആയിരുന്നു. അന്ന് എനിക്കൊരു 42 കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ് ഒരു അൾട്ടിമേറ്റ്, ഈ പറഞ്ഞ പോലെ കോവിഡ് വന്ന് ദീർഘദൂരം പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് ഒരു ലക്ഷ്യം ഏതാ? എവിടെ എത്തണം, എവിടെ പോകണം എന്നുള്ളതാണ്? ബൈക്കിലാണോ? എനിക്കൊരു ഓൾ ഇന്ത്യ പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയില്ല, പക്ഷെ അത് ഇപ്പോഴും ആഗ്രഹമായിട്ട് തന്നെ മനസ്സിലുണ്ട്. ശരി. അപ്പോൾ ഇപ്പം കുഞ്ഞൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് വൈഫിനെ ഇനി കൂടെ കൊണ്ടുപോകാനുള്ള സാധ്യത കുറവാണ് അല്ലേ? വൈഫിനെ അവിടെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. അപ്പം കുഞ്ഞിത്തിയോടൊന്ന് വലുതായിട്ട് വീണ്ടും കുറച്ച് റൈഡിങ്ങിലോട്ട് വരണമെന്നുള്ളതാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്ത് പോകും ഇപ്പോഴും, പക്ഷെ കേരളം വിട്ട് ഇങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഈ ബൈക്കുകൾ ഇഷ്ടംപോലെ ഇതിന് ശേഷം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അയ്യോ അത് മതിയായിരുന്നു എന്ന് തോന്നി ഏതെങ്കിലും ബൈക്ക് കണ്ടോ? അല്ല, അങ്ങനെ ഒരുപാട് ബൈക്ക് ഉണ്ട്, പക്ഷെ ബഡ്ജറ്റ് നോക്കണ്ടോണ്ട് എങ്കിലും കണ്ണിപ്പെട്ടത് വാങ്ങിക്കാൻ അല്ലെങ്കിൽ പോലും അതാണ് കൊള്ളാലോ. എൻ്റെ ഇഷ്ടമുള്ള വണ്ടി ഇതേ കാറ്റഗറിയിലുള്ള ടൈഗർ 900 ഇഷ്ടമാണ്. അത് GT ആണെങ്കിലും അതല്ല റാലി പ്രോ ആണെങ്കിലും ഇഷ്ടമാണ്. BMW GS ഇഷ്ടമാണ്. കുറച്ച് എനിക്കൊന്ന് അഫോർഡബിൾ വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുള്ള വണ്ടി ടൈഗർ സ്പോർട്ട് 650 ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെന്ത് വിലയാണ്? ഏകദേശം 650 തന്നെ. എക്സ്ഷോറൂം ഒരു എനിക്കൊന്ന് കൊച്ചിയിലെ 9.5 സംതിങ് വരും. ടൈഗർ മറ്റേ 900 ഒക്കെ വരുമ്പോൾ 14+ വരും. എക്സ്ഷോറൂം തന്നെ അത്രയും വരും. അത്രയും പൈസ കൊടുത്ത് ബൈക്ക് വാങ്ങിക്കുന്നത് വർത്താണ്? വർത്താണെന്ന് വെച്ചാൽ നമ്മളത് നന്നായിട്ട് റൈഡ് ചെയ്യുന്ന ആളാണെങ്കിൽ വർത്താണ്. അപ്പം ഞാനിപ്പോഴും എനിക്ക് കാർ ഓടിക്കുന്നതിൽ ഇഷ്ടം ബൈക്ക് ഓടിക്കാനാണ്. ബൈക്ക് ഓടിക്കുമ്പം എനിക്ക് ഭയങ്കര നമ്മൾ വളരെ പ്രസന്റ് മൈൻഡഡ് ആണ്. നമ്മൾ ഭാവിയെക്കുറിച്ചും ചിന്തിക്കില്ല, പാസ്റ്റും ചിന്തിക്കില്ല. അതേ റോഡിൽ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഓടിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അതുപോലെ ഇപ്പം ഹൈ റേഞ്ച് ഒക്കെ നമ്മളൊന്ന് റൈഡ് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കര സ്ട്രെസ് റിലീഫാണ്. കാറിൽ പോയി എപ്പോഴും ഈ ട്രാഫിക് ആണ് സ്ട്രെസ്സാണ്. ശരി. പക്ഷേ എങ്കിൽ പോലും കേരളത്തിലെ റോഡുകളിൽ ബൈക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണോ? യൂസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഈ നമ്മുടെ ലൈൻ ട്രാഫിക് ഒന്നും അത്ര ബെറ്റർ അല്ലാത്തതുകൊണ്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. എന്തൊക്കെയാണ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കേരളത്തിലെ ട്രാഫിക്കിൻ്റെ? മെയിനായിട്ട് ആൾക്കാർ, അതായത് എല്ലാവരും നല്ല ഒരു വളരെ മൈനോറിറ്റി ഒന്ന് മിറേഴ്സ് നോക്കി ഓടിക്കില്ല. അപ്പോൾ ഇവർ തിരിയാൻ പോകുന്നതിന് കുറച്ച് നേരത്തെ നമുക്ക് ഇൻഡിക്കേഷൻ തരില്ല, മിറർ നോക്കില്ല, തിരിയുമ്പോഴും അവർ മിറർ നോക്കില്ല. അപ്പം നമ്മളിതെല്ലാം ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഓടിക്കുമ്പോൾ എപ്പോഴും ഫ്രണ്ടിലുള്ള ആളുടെ മിറർ നോക്കും. അവരുടെ ഐസൈറ്റ് എങ്ങോട്ടാന്ന് നോക്കിയിട്ടാണ് ഞാൻ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത്, അവർ തിരിയോ ഇല്ലയോ എന്നൊക്കെ നോക്കും. പിന്നെ എനിക്ക് അടുത്ത കാലത്തായിട്ട് കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും പോകുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയുള്ള കാര്യമാണ് ഹസാർഡ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ചെറിയ ചാറ്റൽ മഴ വന്നാലും സന്ധ്യാസമയത്തൊക്കെ, ഞാൻ കോട്ടയത്തുനിന്ന് പലരും കോട്ടയം ടു എറണാകുളം വരെ ഹസാർഡ് ഇട്ട് വരുന്ന വണ്ടികളുണ്ട്. അത് ഈ ശരിക്കും പറഞ്ഞാൽ ഗൾഫിലെ ഒരു ട്രെൻഡാണ്. ഗൾഫിൽ മഴ അസാധാരണമായിട്ടൊരു സംഭവമാണ്. അപ്പോൾ അവിടെ മഴ ചെയ്താൽ പെട്ടെന്ന് റോഡിൽ വെള്ളക്കെട്ട് സംഭവിക്കും. ഇവിടെ നമുക്ക് അത് ഒരു യൂഷ്വൽ തിങ് ആണ്. പിന്നെ ഗൾഫിലെ റോഡെന്ന് പറഞ്ഞാൽ അത്രയും ലൈറ്റിൻ്റെ പണം, അത്രയും വെളിച്ചമുണ്ട്. നമുക്ക് വണ്ടിയിൽ വെളിച്ചമില്ലേ പോലും അവിടെ പേടിക്കണ്ട. ഇവിടെ നമുക്ക് ലൈറ്റ് ഇല്ല റോഡിൽ, എതിരെ വരുന്ന ആൾക്കാരുടെ ബ്രൈറ്റ് ലൈറ്റ്, പ്ലസ് ഈ ഹസാർഡ് ഇങ്ങനെ മിന്നി മറയുമ്പോൾ നമുക്ക് ഗ്ലാസ്സിലെ ഇത് വെള്ളത്തുള്ളിയും റിഫ്ലക്ഷനോട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബൈക്ക് ഓടിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് വരും. ബൈക്കാണെങ്കിലും ഹസാർഡ് ലൈറ്റ് എന്തിനാണെന്ന് അറിയാവുന്നൊരു വളരെ കുറവാണ്. എന്തിനാണ് അതിന്റെ യൂസ് എന്നുള്ളത് അറിഞ്ഞുകൂടാ. കുറെ വർഷം മുന്നേ ഹസാർഡ് എല്ലാവരും ഇടുന്നത് നേരെ പോകാൻ, ഇപ്പം അത് മാറി. പകരം ഈ ഒരുപാട് NRIs ഉള്ളതുകൊണ്ട് നമ്മൾ, പിന്നെ ഞാനും കുറച്ച് നാൾ ഗൾഫിലായിരുന്നു, അപ്പോഴാണ് ഞാനും ഹസാർഡൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി.
പക്ഷെ തിരിച്ചു വന്നിട്ട് വേണ്ടാത്തതിനും എല്ലാം ഈ ഹസാർഡ് ഇടും. ശരിയാണ്. അപ്പൊ അതിന്റെ കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് ഫ്രണ്ടിൽ ഒരു ആക്സിഡന്റ് നടന്നു, എമർജൻസി ബ്രേക്കിംഗ് ആണെങ്കിൽ ഹസാർഡ് ഇടുന്ന ഈ കാര്യം. പക്ഷെ മഴ പെയ്യുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുൾ ലെങ്ത് ഹസാർഡ് ഇട്ട് പോകേണ്ട കാര്യമുണ്ടോ തോന്നിയിട്ടില്ല. ഈ മറ്റ് വലിയ വാഹനങ്ങൾ ബൈക്കുകാരെ മൈൻഡ് ചെയ്യാറുണ്ടോ? ബൈക്കുകാരെ അത്ര മൈൻഡ് ചെയ്യാറില്ല, നമ്മൾ ശ്രദ്ധിക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് അറ്റ്ലീസ്റ്റ് ഈ ബോക്സ് വെച്ചേക്കുന്നതുകൊണ്ട് കാറുകാരുടെ കുറച്ച് റെസ്പെക്ട് കിട്ടും. കാരണം അവർക്ക് പേടിയാണ് ഈ ബോക്സ് ഒന്ന് തട്ടുമോ എന്നുള്ളത്. അതുകൊണ്ട് കാറുകാർ എനിക്ക് കുറച്ച് റെസ്പെക്ട് ചെയ്തു. പിന്നെ ലോറിയൊക്കെ ഞാനൊരു ലോറി, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്ക് ലോറികളുണ്ട്. അപ്പം അവരോട് പറഞ്ഞത് ലോറിക്കൊന്നും ബ്രേക്കുകളില്ല വളരെ. അപ്പൊ നിങ്ങളുടെ ജീവൻ സൂക്ഷിച്ചോളാനാണ് പുള്ളി എനിക്ക് തന്ന അഡ്വൈസ്. എൻ്റെ അടുത്തൊരു ലോറി ഡ്രൈവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അയാളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും റൈറ്റ് പിടിച്ച് പോകുന്നത്, ലെഫ്റ്റ് ആണല്ലോ സ്ലോ മൂവിങ് ട്രാഫിക്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ ചേട്ടാ ലെഫ്റ്റിൽ കൂടെ പോയി കഴിഞ്ഞാൽ ബൈക്കുകാർ സൈഡിൽ കൂടെ കയറി വരുന്നത് കാണാൻ പറ്റില്ല. അത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ റൈറ്റ് പിടിച്ച് പോകുന്നു പറഞ്ഞു. അപ്പം നമ്മൾ കാറാണെങ്കിൽ പോലും നമുക്ക് ലെഫ്റ്റ് ലൈൻ ഫുള്ളി കീപ്പ് ചെയ്ത് ഓടിക്കാൻ പറ്റില്ല. കാരണം വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും, ആൾക്കാർ ഒരുപാട് കാണും, ബസ് സ്റ്റോപ്പ് കാണും. അപ്പം അവരെ സംബന്ധിച്ച് ഒന്നുകൂടെ പാടായി. ഹെവി വെഹിക്കിൾ യൂസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് സ്റ്റിയർ ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് അവരെ ബ്ലെയിം ചെയ്യാനും പറ്റില്ല. മൊത്തത്തിലൊരു സിറ്റുവേഷൻ അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്കും തോന്നി ശരിയായിരിക്കും ഇവർ ഈ പറയുന്ന കാര്യം. എന്തായാലും വലിയ വെല്ലുവിളികളാണ് നമ്മൾ ഏത് വാഹനമായിട്ട് റോഡിലേക്ക് ഇറങ്ങിയാലും നേരിടുന്നത്. അതിനെല്ലാം തരണം ചെയ്ത് നമ്മൾ ജീവനോടെ എല്ലാ ദിവസവും വീട്ടിലെത്തുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ അഡ്വഞ്ചർ ബൈക്ക് ഒരു ശരിക്കും ഒരു അഡ്വഞ്ചറാണ് ജീവിതം. അഡ്വഞ്ചറാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ ബൈക്കാർ പലരും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇതിൽ വന്നു പോയിട്ടുണ്ട്, ധാരാളം പേര് അല്ലെ, 1000-ലധികം പേര് ഇവിടെ തന്നെ ഈ ബൈക്കാർ. അപ്പോൾ എല്ലാ ഈ ബൈക്കാർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. ആ ഇൻഷുറൻസിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു ടേം ഇൻഷുറൻസ് എല്ലാവരും നിർബന്ധമായി എടുത്തിരിക്കേണ്ട ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി 15% വരെ ഡിസ്കൗണ്ടോടെ ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വയ്ക്കുക. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പുതിയ റാപ്പിഡ് ഫയർ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.